റിബൺ കട്ട് ചെയ്താൽ കുഴപ്പമുണ്ടോ? ഏകദൈവം ഒലിച്ചു പോകും. വിളക്ക് കത്തിക്കുക എന്ന് പറയുന്നത് ശിർക്കാണെന്നാണ് അയാൾ പറഞ്ഞു വരുന്നത്. ഞാൻ ഇവിടെ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, തഹ്ലിയോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. ഈ ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടി പരപുരുഷന്മാരോടൊപ്പം വോട്ട് പിടിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു? മിണ്ടാൻ വയ്യായിരുന്നോ? അത് ഇസ്ലാമികമല്ലായിരുന്നോ? ഇതൊക്കെ കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. ഇസ്ലാമിലെ ആളുകൾ പറയും ഇസ്ലാമിക സംസ്കാരത്തിന് ചേർന്നതല്ല എന്ന് പറയും. സൂംബയുടെ വിവാദം വന്നപ്പോൾ നമ്മളിവിടെ കണ്ടതാണ്, നമ്മളുടെ സംസ്കാരത്തിന് ചേർന്നതല്ല എന്നാണ് ഇവർ പറയുക. ഈ ലോകത്ത് എന്താ ഇസ്ലാമിക സംസ്കാരം മാത്രമേ ഉള്ളൂ? വേറെ ആളുകൾക്കൊന്നും സംസ്കാരമില്ലേ? എടാ രാജ്യസ്നേഹം വേണം, അറിയോ? ഷോക്ക് അടിക്കേണ്ട ടൈമായി. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംസ്കാരം ഉള്ളതുപോലെ തന്നെ ഇവിടെ ഈ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഈ പറയുന്ന സാധനം എന്ന് നിങ്ങൾക്ക് സമ്മതിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകും. കേരളത്തിൽ വീണ്ടും നിലവിളക്ക് രാഷ്ട്രീയം കത്തുകയാണ്. പൊതുവേദികളിൽ നിലവിളക്ക് കൊളുത്തുന്നത് ഒരു സാംസ്കാരിക ചടങ്ങാണോ അതോ മറ്റൊരു മതത്തിന്റെ ആചാരത്തിൽ പങ്കാളിയാകുന്നതാണോ? നമ്മളെയാണല്ലോ മച്ചൻ. നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇതിനെ എതിർക്കുന്നവർ എന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിലുള്ള ഒരു സംഘടനയും ഒരു ഇസ്ലാമിക സംഘടനയും ഇതിന് അനുകൂലമായിട്ടുള്ള ഒരു ഫത്വയും നൽകിയിട്ടില്ല. ഒരു ചരട് കെട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരാൾ ആ രീതിയിൽ അനുഗ്രഹം പ്രതീക്ഷിച്ചാൽ അതിനെയും നമ്മൾ എതിർക്കും. എന്തുകൊണ്ടാണ്? റിബൺ കട്ട് ചെയ്താൽ കുഴപ്പമുണ്ടോ? ഏകദൈവം ഒലിച്ചു പോകും. അല്ല അതിൽ നിന്നൊരു ഐശ്വര്യം പ്രതീക്ഷിച്ചാൽ, അതിൽ നിന്ന് അനുഗ്രഹം പ്രതീക്ഷിച്ചാൽ, അതുകൊണ്ടൊരു ആപത്ത് തടയാമെന്ന് കരുതിയാൽ അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അവിടെ ഈ സാംസ്കാരിക പ്രതീകം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നു അല്ലാതെ കാരണം വിളക്ക് കൊളുത്തണം എന്ന് നിർബന്ധം പറയുന്ന ആളുകളല്ലേ അടിച്ചേൽപ്പിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട. അല്ല, ഇവിടെ ഫാത്തിമ തെഹ്ലിയ നിങ്ങളാണ് അടിച്ചേൽപ്പിക്കുന്നത്. കത്തിക്കരുത് എന്ന് പറയുന്നവർത്താണ് അടിച്ചേൽപ്പിക്കുന്നതിനോട് എതിർപ്പുള്ളവരുണ്ടാകും. മതവിശ്വാസികൾ എന്ന നിലയില് നിങ്ങളുടെ കുഴപ്പം ഇത് മതമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യമാണ്. മതമായിട്ട് ബന്ധമൊക്കെ ഉണ്ട്, അത് രാഹുൽ ഈശ്വർ പറയണ്ട. ഇത് മതമായിട്ട് ആരിഫ് എന്താണ് മതവുമായിട്ട് എന്താണ് ബന്ധം? ഇത് ആള് പറഞ്ഞല്ലോ, ഇത് ഷിർക്കാണ്. ഈ പറയുന്ന വിളക്ക് കത്തിക്കുക എന്ന് പറയുന്നത് ഷിർക്കാണെന്നാണ് അയാൾ പറഞ്ഞു വരുന്നത്. ഞാൻ ഇവിടെ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, തഹ്ലിയോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. തഹ്ലിയോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. തഹ്ലിയ അത് ചെയ്തത് ശരിയാണ്. ഏതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അടിച്ചേൽപ്പിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അടിച്ചേൽപ്പിക്കുന്നത് ഇവിടെ കത്തിക്കരുത് എന്ന് പറയുന്നതാണ് ഇവിടെ അടിച്ചേൽപ്പിക്കുന്നത്. ഇവിടെ കത്തിച്ചത് ഒരാളുടെ സ്വമേധയാ തെരഞ്ഞെടുപ്പാണ്. കത്തിക്കരുത് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ അടിച്ചേൽപ്പിക്കൽ. ഞാൻ അവസരം തരാം, അബ്ദുൽ ഹമീദ് ഒന്ന് പറഞ്ഞു നിർത്തട്ടെ. എന്ന് വെച്ചാ വളരെ മോശം. ഈ പെൺകുട്ടി, നിങ്ങൾ സ്റ്റേജിൽ കയറിയ ഒരു പെൺകുട്ടിക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് പോലും വിലക്ക് ഏർപ്പെടുത്തിയ വിഭാഗമാണ് നിങ്ങൾ. ഈ ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടി പരപുരുഷന്മാരോടൊപ്പം വോട്ട് പിടിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു? മിണ്ടാൻ വയ്യായിരുന്നോ? അത് ഇസ്ലാമികമല്ലായിരുന്നോ? പലിശ എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിനേക്കാൾ വലുതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുറാനിനകത്ത്. ആ പലിശയ്ക്ക് പലിശ കൊടുക്കുന്ന പൈസയ്ക്ക് മേടിക്കുന്ന മുസ്ലിങ്ങളുണ്ടല്ലോ, നിങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ. അന്നേരം വ്യക്തികൾക്കനുസരിച്ച് വേഷം കിട്ടുന്ന നടപടിയാണ് ഞങ്ങൾ എതിർക്കുന്നത്. എല്ലാവർക്കും ഒരേ നിയമമാണ് എന്നുണ്ടെങ്കിൽ യാതൊരു വിധമായ കുഴപ്പമില്ല. ഇത് ചിലരോട് പ്രീണനവും ചിലരോട് എതിർപ്പും എന്നുള്ളതിനകത്താണ് ഇരട്ടത്താർ. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു പറ്റില്ല. ഇതിലിപ്പോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി ഞാൻ തഹ്ലിയോടൊപ്പമാണ്. കാരണം എന്തുകൊണ്ട് എന്നുള്ളത് 2-3 കാരണങ്ങളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇവിടെ തഹ്ലിയ ചെയ്തത് എന്താണ്? തഹ്ലിയ ഒരു ഉദ്ഘാടനത്തിന് ഒരു നിലവിളക്ക് കൊളുത്തി. ഇതാണ് അവിടെ ചെയ്തത്. ആ നിലവിളക്ക് കൊളുത്തുക എന്ന് പറയുന്ന സംഗതി ഇവിടെ പല രീതിയിലൊരു സംഗതിയെ ഉദ്ഘാടനം നമുക്ക് ചെയ്യാം. ലൈറ്റ് ഓൺ ആക്കിയിട്ട് ചെയ്യാം, റിബൺ കട്ട് ചെയ്തിട്ട് ചെയ്യാം, പടക്കം പൊട്ടിച്ചിട്ട് ചെയ്യാം, ഇവിടെ വിളക്ക് കൊളുത്തിയിട്ട് നമുക്ക് ചെയ്യാം. ഇതിന് പ്രധാനമായിട്ട് നമ്മളിവിടെ പല രീതികൾ ഇതുപോലുള്ളത് ഉപയോഗിക്കുമെങ്കിലും ഇതിനെന്താണ് ഇതിന് കാരണമായിട്ട് നമ്മൾ പറയുന്നത്? ഇത് ചരിത്രപരമായിട്ട് നമ്മളുടെ ഒരു സാംസ്കാരികപരമായിട്ട് നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സാംസ്കാരികപരമായിട്ടുള്ള സംഗതി നമ്മൾ ചെയ്യുന്ന സമയത്ത് സംസ്കാരം എന്ന് പറയുന്ന ഒരു സാധനത്തെ ഇവിടെ എടുക്കുന്നുണ്ടോ എന്നത് വരുമ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇസ്ലാമിലെ ആളുകൾ പറയും ഇസ്ലാമിക സംസ്കാരത്തിന് ചേർന്നതല്ല എന്ന് പറയും. സൂംബയുടെ വിവാദം വന്നപ്പോൾ നമ്മളിവിടെ കണ്ടതാണ്, നമ്മളുടെ സംസ്കാരത്തിന് ചേർന്നതല്ല എന്നാണ് ഇവർ പറയുക. ഈ ലോകത്ത് എന്താ ഇസ്ലാമിക സംസ്കാരം മാത്രമേ ഉള്ളൂ? വേറെ ആളുകൾക്കൊന്നും സംസ്കാരമില്ലേ? ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംസ്കാരം ഉള്ളതുപോലെ തന്നെ ഇവിടെ ഈ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഈ പറയുന്ന സാധനം എന്ന് നിങ്ങൾക്ക് സമ്മതിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഒന്നാമത്തെ കാര്യം ഇതാണ്. ഇവിടെ തഹ്ലിയ അങ്ങനെ ഒരു സാംസ്കാരികമായ ഒരു സംഗതിയോട് യോജിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വിളക്ക് കത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാണ് വേണ്ടത്.
തൽക്കാലം ഇത്രയും മതി. വരട്ടെ.